ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC മെയിൻ ലിസ്റ്റിൽ 10,000 പേരെ മാത്രമാണ് ഉൾപ്പെടുത്താൻ സാധ്യത എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ വരാനിരിക്കുന്ന LDC ലാസ്റ്റ് ഡേറ്റ് സാധ്യതാ ലിസ്റ്റുകളിൽ കുറവ് ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മുൻ LDC മെയിൻ ലിസ്റ്റിൽ 14 ജില്ലകളിലായിട്ട് 15,000-ഓളം പേരെ, ഏകദേശം 15,333 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ അത് കുറഞ്ഞ് 10,000 പേരെ മാത്രമാണ് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് LDC ലിസ്റ്റിന്റെ കാര്യമാണ്. ഇനി LGS ലിസ്റ്റിലും ആളെ കുറച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ലാസ്റ്റ് ഗ്രേഡ് മെയിൻ ലിസ്റ്റിൽ 14 ജില്ലകളിലായിട്ട് 22,059 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ജില്ലകളിലായിട്ട് എത്ര പേരെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്, മുൻ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കണക്ക് നോക്കാം. തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന കണക്കാണ്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് 1,150 പേരെയാണ്. മുൻ മെയിൻ ലിസ്റ്റിൽ 1,736 പേരായിരുന്നു. കൊല്ലം 650 പേരെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 978 പേരെയാണ് മുൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട 375, മുൻ ലിസ്റ്റിൽ 682. ആലപ്പുഴ 500, മുൻ ലിസ്റ്റിലെ 809. കോട്ടയം 700, മുൻ ലിസ്റ്റിലെ 794. ഇടുക്കി 500, മുൻ ലിസ്റ്റിലെ 703. എറണാകുളം 950, മുൻ ലിസ്റ്റിലെ 1,711. നല്ലൊരു കുറവ് തന്നെയാണ് എറണാകുളത്തിന് സംഭവിച്ചത്. തൃശ്ശൂർ 1,075, മുൻ ലിസ്റ്റിലെ 1,534. പാലക്കാട് 875, 1,214 പേരാണ് മുൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. മലപ്പുറം 825, മുൻ ലിസ്റ്റിൽ 1,489. ഇതും നല്ലൊരു കുറവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയ്ക്കും. കോഴിക്കോട് 800, 1,245. വയനാട് 300, 481. കണ്ണൂരും നല്ല കുറവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 775 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ മെയിൻ ലിസ്റ്റിൽ അത് 1,361 പേരായിരുന്നു. കാസർഗോഡ് 425, മുൻ ലിസ്റ്റിൽ 596. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്രാവശ്യം LDC മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 90% പേർക്കും ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പോലെ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാത്തൊരു സാഹചര്യം ഇവിടെ ഒഴിവാക്കപ്പെടും എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതുപോലെ ഏപ്രിൽ 23 വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയും വിലയിരുത്തിയാണ് ഈ സാധ്യതാ ലിസ്റ്റ്, പ്രോബബിലിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി ജൂൺ ആദ്യം തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ആകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ജൂണിൽ തന്നെ ലിസ്റ്റ് വരട്ടെ, പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ നടക്കട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ 9 ജില്ലകളിലായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇനി 5 ജില്ലകളും കൂടി വരാനുണ്ട്. അത് ഉടനെ തന്നെ വരും. ഓക്കെ, അപ്പൊ ഈ 2 ദിവസം അവധി ആയതുകൊണ്ട് ബുധനാഴ്ചയോട് തന്നെ മെസ്സേജസ് വീണ്ടും വന്നു തുടങ്ങും. അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നവരെ എത്രയും വേഗം സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്